കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു തിരുത്തൽ ഉണ്ടാകുമെന്ന പാർട്ടി അണികളുടെയും പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകളുടെയും വിശ്വാസത്തിന് ഇപ്പോൾ മങ്ങലേറ്റിരിക്കുകയാണ്. ഉദ്ദേശം 10 മാസം പിന്നിട്ടു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട്. ഈ കാലയളവിൽ പ്രമുഖ പാർട്ടിയായിട്ടുള്ള CPIM-നകത്ത് ഒരു തിരുത്തൽ നടത്തി പാർട്ടിയെ അടുത്ത തെരഞ്ഞെടുപ്പിലെങ്കിലും സജ്ജമാക്കാനുള്ള ഒരു നീക്കവും പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നോ മേൽക്കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നോ ഉണ്ടായില്ല എന്നുള്ളതാണ് വസ്തുത. അതിനിടയ്ക്ക് കഴിഞ്ഞ ദിവസം പുതിയ ഒരു ലോക്കൽ സെക്രട്ടറിയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് തോണി ഇപ്പോഴും തിരുനക്കര തന്നെ എന്ന അവസ്ഥയാണ്. പാർട്ടിയിലെ ഒരു വിഭാഗത്തെ പൂർണ്ണമായും ഇപ്പോഴും അവഗണിച്ചുകൊണ്ടാണ് ഈ നീക്കങ്ങളൊക്കെ നടക്കുന്നത്. ജന്മിയും കുടിയാന്മാരും എന്ന അവസ്ഥയാണ് ഇപ്പോൾ കരിമ്പുഴയിൽ പാർട്ടിക്കകത്തുള്ളത്. ഈ ഒരവസ്ഥയാണ് കഴിഞ്ഞ കാലങ്ങളിൽ കരിമ്പുഴയിൽ പാർട്ടിയുടെ പരാജയത്തിന് കാരണമായിട്ടുള്ളത്. ഈ ജന്മിക്കും കുടിയാന്മാർക്കും ജനങ്ങൾക്കിടയിൽ യാതൊരു ബന്ധവുമില്ല. അവരെ നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു പൊതുവിഷയങ്ങളിൽ അല്ലെങ്കിൽ ഒരു ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് അവരെ നിങ്ങൾക്കൊരിക്കലും കാണാൻ കഴിയില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഏരിയ കമ്മിറ്റി അംഗം 2 തവണ മാറി മത്സരിച്ചിട്ടും പരാജയപ്പെട്ടു. ഇതേ സീറ്റിൽ CPM-ൻ്റെ മറ്റൊരു വനിതാ സ്ഥാനാർത്ഥി വന്ന് അവർ 2 തവണയും ജയിച്ചു. അപ്പോൾ വളരെ കൃത്യമാണ്, ഇവർ ജനങ്ങൾക്കിടയിലില്ല എന്നുള്ള വസ്തുത വളരെ കൃത്യമാണ്. ഇത് ഏരിയ കമ്മിറ്റി മനസ്സിലാക്കി പഠിച്ചു എന്നാണ് വ്യക്തിപരമായി ഞാനൊക്കെ മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ ഈ സമയം വരെ പാർട്ടിയിൽ നിന്ന് അകന്നു പോയ, എന്നാൽ മറ്റൊരു പാർട്ടിയിലേക്കും പോകാത്ത ആളുകളെ വിശ്വാസത്തിലെടുത്ത് അവരെ തിരിച്ചു കൊണ്ടുവരേണ്ട ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. മാത്രമല്ല, പാർട്ടി ലോക്കൽ സെക്രട്ടറി അമരത്തേക്ക് പുതുതായി കടന്നു വരാൻ അർഹതയുള്ള ആളുകളെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമവും നടക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ചുരുക്കത്തിൽ ഒരു തിരുത്തൽ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഇല്ല. ഒരു 50 വർഷക്കാലം ഇനിയും പഞ്ചായത്ത് UDF ഭരിക്കട്ടെ. ഇവിടെ ഈ ജന്മിത്ത കുടിയാൻ സമ്പ്രദായം നിലനിൽക്കട്ടെ എന്നൊരു സമീപനമാണ് കാണുന്നത്. ഇതിൽ CPIM-നെ പോലുള്ള ഒരു പാർട്ടി ഇത്തരം ഒരു സമീപനം സ്വീകരിക്കുമ്പോൾ അതിലുള്ള എനിക്കൊക്കെ ഉള്ള വ്യക്തിപരമായൊരു വിഷമം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെ മതനിരപേക്ഷ സമൂഹത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു പാർട്ടി എന്ന നിലക്കാണ്. ഇപ്പോൾ കരിമ്പുഴയിൽ BJP-യുടെ ഒരു മുന്നേറ്റമുണ്ട്. ഇതിനൊക്കെ തടയാൻ UDF-ന് കഴിയില്ല. ഇടതുപക്ഷത്തിനെ കഴിയുള്ളൂ. ഇടതുപക്ഷത്തിൻ്റെ വളർച്ചയിലൂടെ കഴിയുള്ളൂ. അത് CPM-ൻ്റെ അകത്തൊരു ജനാധിപത്യ ശക്തിയായ ഒരു സംഘടനാ സംവിധാനമാണ്. ലോക്കൽ കമ്മിറ്റിയിൽ അടിമകൾ ഉണ്ടായാൽ ഒരിക്കലും ആ ഒരു അല്ലെങ്കിൽ തിരിച്ചുവരവ് അപ്രായോഗികമാണ്. മാത്രമല്ല, വർഗ സംഘടനകളുടെ പ്രവർത്തനം വളരെ നിർജ്ജീവമാണ്. ഇവർക്ക് വർഗ സംഘടനകളോടൊന്നും ഒരു താല്പര്യമില്ല. ഇവരുടെ ഒരു കസ്റ്റഡിയിൽ ഈ ഒരു സംഘടനാ സംവിധാനം, ലോക്കൽ കമ്മിറ്റി സംവിധാനം മുന്നോട്ട് പോവുക, അതിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ പറ്റി ജീവിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. SFI എന്ന് പറയുന്നത് 0 ആണ്, ഒന്നുമില്ല. അപ്പോൾ ഇത്തരം വളരെ ദയനീയമായ അവസ്ഥ, ആ അവസ്ഥ ഏരിയ കമ്മിറ്റിക്ക് തിരിച്ചറിയാനിട്ടൊന്നുമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
ഈ ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ബാക്കി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന എല്ലാ പഞ്ചായത്തിലും പാർട്ടി സജീവമാണ്. ശ്രീകൃഷ്ണപുരത്തായാലും കടമ്പഴിപ്പുറത്തായാലും പൂക്കോട്ടുകാവിലായാലും വെള്ളിനേഴിലായാലും പാർട്ടി ശക്തമാണ്. അവിടെ പാർട്ടിക്കെതിരെ വെല്ലുവിളികൾ വരുന്നുണ്ട്. ആ വെല്ലുവിളികളൊക്കെ അവർ അതിജീവിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു വെല്ലുവിളി ഉയർത്താൻ UDF-ന് ഉയർത്താൻ ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി സംവിധാനത്തിന് കഴിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പൂക്കോട്ടുകാവിലും വെള്ളിനേഴിലും BJP കോൺഗ്രസ് UDF BJP സഖ്യം ഉണ്ടായിരുന്നു. ആ സഖ്യത്തിൽ എത്ര റിസ്ക് എടുത്തിട്ടാണ് അവർ മലർത്തിയടിച്ചത്. ഇതൊക്കെ കരിമ്പുഴയിലെ സഖാക്കൾ മനസ്സിലാക്കാഞ്ഞിട്ടോ എന്തല്ല. അപ്പം അത്രയും പോരാട്ടം നടത്തി എല്ലാ പഞ്ചായത്തിലും ഇടതുപക്ഷത്തെയും CPM-നെയും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കരിമ്പുഴയിൽ ഈ ഒരു ജന്മിത്ത സമ്പ്രദായം നിലനിർത്തുന്നത് ആർക്ക് വേണ്ടി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് ജനങ്ങൾക്ക് നഷ്ടമാണ് ഈ പാർട്ടി ഇവിടെ അല്ല എങ്കിൽ. അപ്പോൾ ഇവിടുത്തെ പാർട്ടി പ്രവർത്തകർ ഒരു 75% നേതൃത്വത്തോട് വിയോജിപ്പുള്ളവരാണ്. അതുകൊണ്ട് പാർട്ടിയെ സ്നേഹിക്കാൻ അല്ലെങ്കിൽ പാർട്ടി എന്നുള്ളൊരു വികാരം ഉയർത്തിപ്പിടിക്കാൻ ശ്രീകൃഷ്ണപുരം ഏരിയ കമ്മിറ്റി തയ്യാറാണെങ്കിൽ ഈ ഏരിയ നേതൃത്വത്തിൻ്റെ പഞ്ചായത്തുകളിൽ പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകുന്നവരെ കരിമ്പുഴയിലും കൊണ്ടുപോകാൻ ഞങ്ങൾ തയ്യാറാണ്. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ന്യൂനപക്ഷങ്ങളെ പാർട്ടിയുമായിട്ട് അടുപ്പിക്കുന്നില്ല. സഹകരണ ബാങ്കുകളിലെ ഒരു നിയമന ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് നടക്കുന്നേ ഇല്ല. അവർക്ക് കിട്ടുന്നേ ഇല്ല. അപ്പോൾ അതൊക്കെ ജനങ്ങൾക്കിടയിൽ സംശയങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് സ്വാധീനമുള്ളൊരു മേഖല എന്നുള്ള നിലയ്ക്ക് ജനങ്ങൾക്കിടയിൽ ഇതൊരു ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇപ്പം നിലവിലുള്ളൊരു സാഹചര്യം ഞാനൊക്കെ പ്രതീക്ഷിച്ച കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയിൽ പാർട്ടി ഏരിയ കമ്മിറ്റി പ്രത്യേകിച്ച് ജയദേവനെ പോലെയുള്ള ഒരു ക്രെഡിബിലിറ്റിയുള്ള നേതാവ് വന്നപ്പോൾ ഇവിടേക്ക് ഒരു മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ ആ പ്രതീക്ഷ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്.